അടിച്ചമർത്താൻ പറ്റുവോളം പലരാലും താഴ്ത്തപ്പെട്ട ഒരു സാധാരണ മനുഷ്യന് പോകാൻ സാധ്യതയുള്ള ഏറ്റവും അവസാന മാർഗമാണ് ഒരു മുഴം കയറിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുക എന്നത്. അതിനു കാരണം സ്വന്തം പരിമിതികളുടെ മേൽ അവന് ലഭിക്കുന്ന പരിഹാസങ്ങളും ഒറ്റപ്പെടലുമാണ്. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന 10 വയസ്സ് മാത്രം പ്രായമുള്ള ആ കൊച്ചു പയ്യന് ഒരു വചനഭാഗം ലഭിക്കുന്നു. ആ വചനം അവന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശു ജന്മന അന്ധനായ മനുഷ്യന് കാഴ്ച കൊടുക്കുന്ന ആ വചനഭാഗം ശ്രവിച്ചതു മുതൽ പിന്നീട് ഒരിക്കൽ പോലും അവൻ ജീവിതത്തിൽ തൊറ്റുകൊടുക്കാൻ തയ്യാറായില്ല. പിന്നീട് പരിമിതികളെ ഒരു തളർച്ചയായി കാണാതെ ഉയർന്നു വരുവാനുള്ള ഒരു പ്രചോദനമായിട്ട് അവൻ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ടെട്രാ അമേലിയ സിൻഡ്രം എന്ന അപൂർവ രോഗം പിടിപെട്ടപ്പോഴും കൈകളോ കാലുകളോ ഇല്ലാതിരുന്ന ആ പയ്യന് പിന്നീട് ലോകത്തിന് കൊടുക്കാൻ സാധിച്ചത് തൻ്റെ ജീവിതത്തിൻ്റെ സാഹസികത നിറഞ്ഞ മോട്ടിവേഷനാണ്. അതുകൊണ്ട് തന്നെയാവണം ജീവിതത്തിൽ തോറ്റുപോയവർക്ക് അദ്ദേഹം ഒരു പ്രചോദനമാകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്നില്ലെന്ന് തിരിച്ചറിയുമ്പോൾ സ്വയം അത്ഭുതമായി മാറുക. ചരിത്രം നല്ലൊരു പേരോടുകൂടിയാണ് നിക് വുജിക്സ് എന്ന മോട്ടിവേഷൻ സ്പീക്കറെ വിശേഷിപ്പിക്കുന്നത്. മോട്ടിവേഷൻ എന്ന വാക്ക് സ്വന്തം ജീവിതം വഴി മുഴുവനായിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത മനുഷ്യൻ കൂടിയാണ് നിക്. ഓരോ വർഷത്തിൻ്റെയും അക്കങ്ങൾ മാറുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ മോട്ടിവേഷനെ ജീവിതത്തിൽ പകർത്താൻ അല്ലെങ്കിൽ പകരാൻ നിക് വുജിക്സിനെ പോലെ നാം എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട്. സുവിശേഷത്തിലെ അന്ധനായ മനുഷ്യനെ സുഖപ്പെടുത്തുന്നതിന് തൊട്ടു മുന്നേ യേശു പറഞ്ഞ ഡയലോഗ് ഓർത്തുകൊണ്ട് നമുക്ക് ഈ പുതുവർഷം തുടങ്ങാം. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്കും ക്രിസ്തുവിനെ പോലെ ലോകത്തിൻ്റെ പ്രകാശമാകാം. ഈ പുതുവർഷം നമ്മെ സഹായിക്കട്ടെ.